പാക് ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അയക്കുന്ന സംഘത്തിലെ മൂന്ന് ടീമുകൾ യാത്ര ആരംഭിച്ചു. മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അംഗമായ സംഘം ഉൾപ്പെടെയാണ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. NCP MP സുപ്രിയ സുലെ നയിക്കുന്ന സംഘത്തിലാണ് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉള്ളത്. 2 ദിവസം ഖത്തറിലും അതിനുശേഷം ദക്ഷിണാഫ്രിക്ക, എത്യോപ്യ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് ലോകത്തിന് മുന്നിൽ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുമെന്ന് വി മുരളീധരൻ വ്യക്തമാക്കി. ആഗോളതലത്തിൽ തന്നെ ഭീകരവാദത്തിനെതിരായിട്ട് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള പൊതുവികാരം ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഭീകരവാദത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇന്നലെ വാഷിങ്ടണിലുള്ള ഇസ്രായേൽ എംബസിയിൽ 2 പേര് ചെന്ന് അവിടെ ആൾക്കാരെ വെടിവെച്ച് ഇട്ടിട്ട് പാലസ്തീനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ലോകത്തെവിടെയും ഭീകരവാദം ആ പ്രദേശത്തെ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷത്തെയും ആ പ്രദേശത്തെ ഒരു വികസനത്തിനും പുരോഗതിക്കും ഒക്കെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം തുറന്നു കാണിക്കുകയും ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം അത് ലോകത്ത് മറ്റൊരു രാജ്യവും നടത്തുന്നില്ല, ഒരു രാജ്യത്തിനെതിരായിട്ട് നടക്കുന്നില്ല. ഭീകരവാദം ലോകത്ത് പല സ്ഥലത്തും ഉണ്ടാവും. പക്ഷേ ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെതിരായിട്ട് ഭീകരവാദികളെ പരിശീലിപ്പിച്ച് താവളമൊരുക്കി അവർക്ക് സാമ്പത്തിക സഹായം ചെയ്ത് പറഞ്ഞുവിടുന്ന ഒരു സ്ഥിതിയില്ല. ഇത് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ ലക്ഷ്യം. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, വി മുരളീധരൻ ഉൾപ്പെടുന്ന സംഘം കൂടി യാത്ര തിരിച്ചൊരു സാഹചര്യമാണ്. എന്തായാലും ലോകത്തിന് മുന്നിൽ പാക് ഭീകരത തുറന്ന് കാട്ടാനായി ഈ ഭാരതത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ വിവിധ ലോകരാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിയുകയും ചെയ്തു. 7 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ പാർലമെന്ററി പ്രതിനിധി സംഘം ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. ഇതിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് മുൻ വിദേശകാര്യ സഹമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള BJPയുടെ മുതിർന്ന നേതാവുമായ വി മുരളീധരൻ ഉൾപ്പെടുന്ന സംഘം ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. അവർ ആദ്യം ഈ സംഘം പോകുന്നത് ഖത്തറിലേക്കാണ്. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്കാണ് ഇപ്പോൾ അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘത്തെ നയിക്കുന്നത് NCPയുടെ MP ആയിട്ടുള്ള സുപ്രിയ സുലെയാണ്. 9 അംഗ സംഘമാണ്. ഇതിൽ ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള മറ്റ് സീനിയറായിട്ടുള്ള നേതാക്കളുണ്ട്. രാജീവ് പ്രതാപ് റൂഡി, അതോടൊപ്പം തന്നെ വിക്രംജിത്ത് സിംഗ്, മനീഷ് തിവാരി MP കോൺഗ്രസിൽ നിന്ന്. ഇതോടൊപ്പമാണ് വിദേശകാര്യ സഹമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരനും ഈ സംഘത്തിനൊപ്പം യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ജനം TVയോട് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് ഈ യാത്രയുടെ പ്രസക്തിയെപ്പറ്റി വിശദീകരിച്ചത്. പ്രധാനമായും ഭാരതത്തിൻ്റെ ലക്ഷ്യം എന്നത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം, അത് നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിൽ വിവിധ തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഭീകരശക്തികളും രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ഭീകരവാദികളെ പരിശീലിപ്പിച്ച് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറ്റി വിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ മാത്രമാണ് ലോകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അതിനാൽ അത് കൃത്യമായി ലോകരാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ച് ഭാരതവുമായി നല്ല ബന്ധമുള്ള രാഷ്ട്രങ്ങളെ വിശദീകരിക്കുക എന്നത് തന്നെയാണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്നാണ് വി മുരളീധരൻ ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്ന സന്ദേശം. കാരണം ഭീകരത ഭാരതത്തിന് മാത്രം ഭീഷണിയാകുന്ന ഒന്നല്ല, ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ തന്നെ, ലോക സമൂഹത്തിന് മുഴുവൻ തന്നെ ഭീഷണിയായി അത് ഉയരുകയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് വാഷിങ്ടണിൽ ഇസ്രായേൽ എംബസിയിലെ 2 ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥരെ ഇസ്ലാമിസ്റ്റുകൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഭാരതത്തിൻ്റെ ഈ പാർലമെന്ററി പ്രതിനിധി സംഘം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെയും ഭീകരവാദികൾക്ക് പണവും അവർക്ക് പരിശീലനവും നൽകുന്ന സംവിധാനങ്ങളെയും ഒറ്റപ്പെടുത്തുക എന്ന സന്ദേശം തന്നെയാണ് പ്രധാനമായും ഈ ദൗത്യ സംഘത്തിനുള്ളത് എന്നാണ് വി മുരളീധരൻ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും വിവിധ സംഘങ്ങൾ ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. ഇന്നിപ്പോൾ 4 മണിക്ക് ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട ഈ സംഘം, ഈ വി മുരളീധരൻ അടങ്ങുന്ന സുപ്രിയ സുലെ നേതൃത്വം നൽകുന്ന സംഘം സന്ദർശിക്കുന്ന രാജ്യങ്ങൾ, ആദ്യം ഇവർ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് എത്തുന്നുണ്ട്. അതുകൂടാതെ സൗത്ത് ആഫ്രിക്കയും എത്യോപ്യയും ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഈ സംഘം ഭാരതത്തിലേക്ക് എത്തുക.